പ്രദേശവാസി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സഹദ്, താങ്കൾക്ക് കേൾക്കാമല്ലോ. വല്ലാത്തൊരു ഭീതിപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ നിൽക്കുന്നത് ഏത് മേഖലയിലാണ്? നിലവിൽ അവിടുത്തെ കാലാവസ്ഥയും ഒപ്പം തന്നെ ഈ പറഞ്ഞ രക്ഷാപ്രവർത്തന ദൗത്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നിരവധി പേരെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടും കാണാതായിട്ടുമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. താങ്കൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ? ഞാനിപ്പോൾ ഉള്ളത് ചൂരമല ഭാഗത്താണ്. ചൂരമല ടൗൺ എന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ പൂർണ്ണമായിട്ടും വെള്ളം കയറിയിട്ട് ടൗൺ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. കുറെ ആളുകൾ നമ്മൾ രക്ഷപ്പെടുത്തി. പക്ഷെ ഇനിയും അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമുള്ളത്. NDRF പോലീസും ഉൾപ്പെടെ എല്ലാ സംവിധാനം ഉണ്ടെങ്കിൽ പോലും ഈ ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. കുറെ ആളുകൾ വിളിച്ച് കരയുന്നുണ്ട്, ഞാൻ അവിടെ ഒറ്റപ്പെട്ടു പോയി, ഇന്ന ഒരു പ്രയാസമുണ്ട് എന്ന് പറയും. പക്ഷെ നമുക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയില്ല. കാരണം മുണ്ടക്കൈ ഭാഗത്തുണ്ടായിരുന്ന 250 വരുന്ന കുടുംബാംഗങ്ങൾ പൂർണ്ണമായിട്ടും അവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. സഹദ്, ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞോളൂ. അവർക്ക് ഇങ്ങോട്ട് വരാനും കഴിയും, നമുക്ക് അങ്ങോട്ട് പോകാനും കഴിയില്ല. അങ്ങോട്ട് എത്തിപ്പെടാൻ 2 വലിയ പാലങ്ങളുണ്ടായിരുന്നു. ആ പാലം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പുഴ സൈഡിൽ ഉണ്ടായിരുന്ന ആളുകൾ പൂർണ്ണമായിട്ടും ഇതിൽ പെട്ടു എന്നുള്ള മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞങ്ങളിപ്പോ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ചൂരൽമല ടൗണിനോട് ചേർന്ന് താമസിക്കുന്ന, പുഴയോട് ചേർന്ന് താമസിക്കുന്ന ഓടിക്കോ 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 ഓടോട് മാറിക്കോ മാറിക്കോ ഒരു വിളിക്കാം. മാറിക്കോ മാറിക്കോ സഹദ് എന്ന ഒരു നാട്ടുകാരനാണ് നമുക്ക് വിവരം നൽകിയത്. ഇപ്പോഴും അവിടെ അതീവ വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയാണ്. വീണ്ടും ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം നിൽക്കുന്ന സ്ഥലം അത്രത്തോളം ഇപ്പോൾ സേഫ് അല്ലെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കനത്ത മഴയുണ്ട്. ചൂരൽമലയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിരവധി പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. കമൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അവിടെ നിന്ന് ആളുകളെ വലിയ ഗുരുതര പരിക്കുകളോടെ അല്ല മാറ്റിയതെന്ന്. പക്ഷേ ചൂരൽമലയിലും സമാനമായിട്ടുള്ള, മുണ്ടക്കൈ ഭാഗത്തെ സമാനമായിട്ടുള്ള സാഹചര്യം, ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം ചൂരൽമലയിലും ഉണ്ട് എന്നാണ് ഇപ്പോൾ നാട്ടുകാരനായിട്ടുള്ള സഹദ് നമ്മളോട് നൽകിയ വിവരം.